നോർമലി പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കപ്പിൾസിന് എപ്പോഴുള്ള ഒരു ഡൗട്ടാണ് അവരുടെ ഓവുലേഷൻ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് കൂടുതലായിട്ട് ട്രൈ ചെയ്യേണ്ടത്. നോർമലി റെഗുലർ ആയിട്ട് പീരിയഡ്സ് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിൽ സാധാരണ പീരിയഡ്സ് ആയിട്ട് ഒരു 12 മുതൽ 14 ദിവസം മുമ്പാണ് ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ എഗ്ഗ് ഒരു ദിവസത്തിനാണ് ഏകദേശം സർവ് ചെയ്യുന്നത്. 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ അത് ഡാമേജ് ആയി പോകും. ഇപ്പോൾ ഓവുലേഷൻ്റെ അന്നും ഓവുലേഷൻ ശേഷമുള്ള ഒരു ദിവസമാണ് ആ എഗ്ഗ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ നമുക്ക് ആ ബീജം വന്നു കഴിഞ്ഞാൽ ബീജത്തിന് ഫീമെയിൽ ട്രാക്കിൽ ഏകദേശം 5 മുതൽ 7 ദിവസം വരെയും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ ഓവുലേഷന് 5 ദിവസം മുമ്പ് തൊട്ടുള്ള സമയത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻസി പിടിക്കാൻ സാധ്യതയുള്ള സമയമാണ്. റഫ്ലി പറയുവാണെങ്കിൽ പീരിയഡ്സിൻ്റെ 10 തൊട്ട് 20 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി വിൻഡോയിൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയിൽ നമ്മൾ ട്രൈ ചെയ്യണം? നോർമലി കൺസീവ് ആവാൻ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫെർട്ടിലിറ്റി വിൻഡോ 5 ഡേയ്സ് ബിഫോർ ഓവുലേഷൻ തൊട്ട് ഓവുലേഷന് പിറ്റേ ഒരു ദിവസം വരെയുള്ള സമയത്തും പ്രഗ്നൻസി പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നോർമൽ സ്പേം കൗണ്ടുള്ള ഒരാളിൽ ഡെയിലി കോൺടാക്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴോ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്താലും അത് ഓക്കെയാണ്.